വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ചാറ്റ് ചെയ്ത് മടുത്തുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഡോക്സ്. പറഞ്ഞ സമയത്ത് വിശ്വസിച്ചില്ല എന്ന് എനിക്കറിയാം. ജസ്റ്റ് ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ആർക്കാണോ ചാറ്റ് ചെയ്യേണ്ടത് അയാളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. രണ്ടുപേരും ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർ കൂടി ചാറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ട്രൈ ചെയ്ത് നോക്കിയോ. ഇതേപോലുള്ള വിചിത്രമായിട്ടുള്ളതും ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 ആൻഡ്രോയിഡ് ട്രിക്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഡ്രൈവിലോട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാറുണ്ടല്ലേ. അത് ഫോട്ടോ എടുത്തിട്ട് പിന്നീട് ഡ്രൈവ് ഓപ്പൺ ആക്കി പ്ലസ് ബട്ടൺ അമർത്തി ഈ പരിപാടിയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇല്ലേ, അതിൽ ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ജറ്റ് കിട്ടും. അതിനൊന്ന് ഹോം സ്ക്രീനിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണോ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ എടുക്കുക, സേവ് കൊടുക്കുക, അപ്ലോഡ് ആവും. സിമ്പിൾ. മാക്രോ ഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ബാറ്ററി എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ബാറ്ററി 40% എന്ന് പറഞ്ഞിട്ടൊരു മാക്രോ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളുടെ ഫോണ് ആ ഒരു ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കും. അതായത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 70 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോൺ എടുത്ത് അടച്ച് വെക്കണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. നിങ്ങളൊരു സാംസങ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഥ പോലെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെച്ച് ചെയ്യേണ്ടത് 2 ഫിംഗർ ഉപയോഗിക്കുക. ജസ്റ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി, തിരിച്ചു വരും. വീണ്ടും സാംസങ് യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് സെറ്റിംഗ്സിലോട്ട് പോയിട്ട് ഡബിൾ ടാപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഏത് ആപ്പാണ് ഓപ്പൺ ആവേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ ഏതൊരു ടാസ്ക് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്യാമറയാണ് ഓപ്പൺ ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ക്യാമറ കൊടുക്കാം, ഫ്ലാഷ് ആണെങ്കിൽ ഫ്ലാഷ് കൊടുക്കാം. സിമ്പിൾ. ഗൂഗിളിൽ പോയതിന് ശേഷം ജവാൻ എന്ന് സെർച്ച് ചെയ്യുക. ജവാൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു വോക്കി ടോക്കിയുടെ ഒരു ഐക്കൺ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം സംഭവിക്കും. അപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ എക്സ്പീരിയൻസ് മൊത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ആൻഡ്രോയിഡ് ട്രിക്സ് ആണ് പറഞ്ഞു തന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ, ലവ് യു.